എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഖിൽ. നിലവിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളുടെയും LDC റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു. ഞാൻ പാലക്കാട് LDC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ്. എൻ്റെ റാങ്ക് 68. കഴിഞ്ഞ LDC സമയത്താണ് ഞാൻ എൻ്റെ PSC പഠനം വളരെ സീരിയസ് ആയിട്ട് തന്നെ ആരംഭിക്കുന്നത്. പക്ഷേ ഞാൻ ഇട്ടൊരു എഫേർട്ടിനുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയില്ല. എനിക്ക് കഴിഞ്ഞ LDC ക്രാക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീടും ഞാൻ എൻ്റെ PSC പഠനം തുടർന്നു. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. പക്ഷേ എങ്കിലും പല എക്സാമുകളിലും ഇത് തന്നെയായിരുന്നു റിസൾട്ട്. ചിലപ്പോൾ പ്രിലിംസ് ക്ലിയർ ആവും, മെയിൻസിലെത്തുമ്പോൾ ഇതുപോലെ ചിലപ്പോൾ ചെറിയ മാർക്കിന് വ്യത്യാസത്തിലൊക്കെ ലിസ്റ്റുകളിൽ നിന്ന് പുറകിലാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ലിസ്റ്റിൽ കയറാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി. അതിനുശേഷം കമ്പനി ബോർഡിൻ്റെ ഒരു ലിസ്റ്റിൽ ഞാൻ വന്നു. പക്ഷേ വിചാരിച്ചൊരു റാങ്കിൽ എത്തിപ്പെടാൻ എനിക്ക് സാധിച്ചില്ല, വളരെ പുറകിലായിപ്പോയി. അതുകൂടാതെ റെയിൽവേയുടെ ഗ്രൂപ്പ് D ഇതുപോലെ എക്സാം ക്ലിയർ ചെയ്തു, ഫിസിക്കൽ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്തു. പക്ഷേ എങ്കിലും മാർക്ക് വളരെ പുറകിലായതുകൊണ്ട് അതിലും നിയമനം ലഭിക്കാതെ പോയി. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കേണ്ടത് പരാജയങ്ങൾ അവരുടെ ആ ഒരു ജേണിയുടെ ഭാഗമാണ്. ഞാൻ ഇത്ര കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, എനിക്ക് ലിസ്റ്റിലൊന്നും വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുന്നുണ്ട്, വളരെ പുറകിലാണ് എന്നൊക്കെ വിചാരിച്ച് ഈ PSC പഠനം ഉപേക്ഷിക്കാനാണെങ്കിൽ നമ്മളവിടെ നമ്മുടെ തോൽവി സമ്മതിക്കുകയാണ്. പക്ഷേ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് നമുക്ക് ആ ഒരു ഇത് വരുന്നത്, എവിടെയാണ് നമ്മുടെ വീക്ക്നെസ്, എന്തുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങൾ അസസ് ചെയ്യുക. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ സിലബസ് ഒരുപാട് കാലമായിട്ട് പഠിക്കുന്നുണ്ട്. സിലബസൊക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്തിരുന്നു. അതിപ്പോൾ ഡിഗ്രി ലെവൽ വരെയുള്ളത് സിലബസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ടോപ്പിക്സൊക്കെ ഓൾമോസ്റ്റ് അറിയാം. ചിലപ്പോൾ ഓർമ്മയില്ലാത്തതുകൊണ്ട് 1-2 ക്വസ്റ്റ്യൻസ് കിട്ടാതെ പോയാലുള്ളൂ, അല്ലെങ്കിൽ അത്രയും റയറായിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ കിട്ടാത്തേ ഉള്ളൂ. പിന്നെയും എന്താണ് എൻ്റെ പ്രശ്നം? ഇത്രയും കാലമായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, വളരെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല? പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, എക്സാം എഴുതുമ്പോഴുള്ള, അല്ലെങ്കിൽ ആ ഒരു എക്സാം ഹോളിൽ പോയിട്ടിരിക്കുന്ന ആ ഒരു 1.5 മണിക്കൂർ അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ LDC സമയത്ത് ഞാൻ വളരെ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് എക്സാം എഴുതുന്നൊരു കാര്യത്തിലാണ്. അതിപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയാലും മോക്ക് ടെസ്റ്റുകളായാലും രണ്ടും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മൾ ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നഷ്ടം. അതുപോലെ മോക്ക് ടെസ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പർ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. സോ അങ്ങനെ ഒരു പേപ്പർ കിട്ടിയാൽ നമ്മൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? എനിക്ക് തോന്നുന്നു പാലക്കാട് LDC ഇതുപോലൊരു പേപ്പർ ആയിരുന്നു, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പേപ്പറായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ആ ഒരു പേപ്പർ മുന്നിൽ കിട്ടിയപ്പോൾ എനിക്ക് പേടി തോന്നിയില്ല. കാരണം ഇതുപോലെ മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും ഞാൻ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്തിരുന്നു. അങ്ങനെ എൻ്റെ ഡ്രോബാക്ക് ഞാൻ അവിടെ കണ്ടുപിടിച്ചു, അത് ക്ലിയർ ചെയ്തു, അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടി. അത് തന്നെയാണ് എനിക്ക് ചിലപ്പോൾ ഒരുപാട് കാലമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വിചാരിച്ച റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല, ടോപ്പിക്ക് എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം, എന്നിട്ട് അത് ക്ലിയർ ചെയ്യാം. പിന്നീട് ഒരുപാട് കാലമായിട്ട് PSC പ്രിപ്പയർ ചെയ്യുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പഠനം അത് ഉപേക്ഷിക്കരുത്. കാരണം ആ ഒരു വിജയം എത്ര അടുത്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ റിയലൈസ് ചെയ്തൊന്നും വരില്ല. ഒരൊറ്റ വിജയം മതി ഇതെല്ലാം മാറി മറിയാം. സോ എന്നാണോ നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിൽ എത്തിച്ചേരുന്നത് അതുവരെ നിങ്ങളുടെ എഫേർട്ട് തുടരാം. ഓക്കെ, എനിവേ, താങ്ക് യു.